നമസ്കാരം. നുണനാടൻ കുലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എഡിറ്ററും ഓണറും സർവോപരി നാറിയും അല്ല നായകനുമായിട്ടുള്ള നമ്മുടെ സ്വന്തം വ്യാജൻ സ്കറിയ സാറാണ്. സാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇന്റർവ്യൂവിന് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻപുരാൻ നമുക്കറിയാം L2 റിലീസ് L2 അല്ലല്ലോ, എന്താണെങ്കിലും എമ്പുരാൻ അത് റിലീസ് ആവുന്നതേ ഉള്ളൂ. അപ്പോ റിലീസ് ആവുന്നതിന് മുൻപേ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് എമ്പുരാൻ കണ്ട വ്യക്തി എന്ന നിലയിൽ ആ ഒരു നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് സാറ് വന്നിരിക്കുന്നത്. സാറിന് എന്താ പറയാനുള്ളത്? സിനിമ കണ്ടു. ആ സിനിമയിലെ ജതിൻ രാമദാസിനെ കണ്ടു, പ്രിയദർശിനി രാമദാസിനെ കണ്ടു, സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ടു, അങ്ങനെ എല്ലാവരെയും കണ്ടു. ജതിൻ രാമദാസ് ആണെങ്കിൽ ഇങ്ങനെ മുണ്ട് എടുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോ തിളക്കത്തിലെ ഉണ്ണി ദിലീപ് ഉണ്ണി മുണ്ട് പറിക്കുന്ന ഒരു സീൻ അങ്കിള് കണ്ടു. അപ്പോ സ്റ്റീഫൻ നെടുമ്പള്ളി കൂവുന്നതാണ് അങ്കിള് കണ്ടത്. അപ്പൊ പിന്നെ ജതിൻ രാമദാസിനെ എല്ലാരും കൂടെ നാട്ടുകാരെല്ലാരും കൂടെ പഞ്ഞിക്കിടുന്ന ഒരു സീൻ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ആ ഒരു ഇത് ക്ലൈമാക്സ് സാറ് തിങ്ക് ചെയ്തതാണോ അത് ശരിക്കും ഉള്ളതാണ്? ദിലീപേട്ടനൊക്കെ ഇതിനകത്തുണ്ടെന്നാണ് അപ്പൊ സാർ പറയുന്നത്? ഇതെല്ലാം അങ്കിള് കണ്ടതാണ്. തിലക്കത്തിൽ ദിലീപേട്ടൻ ഇതിലുണ്ട്, താങ്കൾ ഉറപ്പിച്ച് പറയുന്നു? എല്ലാവരും ഉണ്ട്. അങ്കിള് പറഞ്ഞ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അങ്കിളിന്റെ നാട്ടുകാര് പഞ്ഞിക്കിടുന്നവരെ. അല്ല, ഏത് തിയേറ്ററിൽ പോയിട്ടാണ് അങ്ങ് ഈ സിനിമ കണ്ടത്? അത് റിലീസ് ആവുന്നതിന് മുൻപ്? ഞാൻ കന്യാകുമാരി ജില്ലയിലെ കഞ്ചൻസ് തിയേറ്ററിൽ നിന്നാണ് അങ്കിള് സിനിമ കണ്ടത്. അല്ല, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പൃഥ്വിരാജ് ഈ ഒരു സിനിമ അത് വിജയിക്കുമോ? തള്ളിയാണ് സിനിമ ഇറക്കിയത്. എല്ലാ സിനിമയിലും പൃഥ്വിരാജ് തള്ളാറുണ്ട്. അതിന് മുമ്പ് ജീവിതം തള്ളിയിരുന്നു എന്നതാണ് ഇപ്പോൾ ഞാൻ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തള്ളി വിജയിച്ചാണ് സിനിമ എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? അതെ. അങ്ങനെ എന്താണ് കേൾക്കുന്നില്ല. അതായത് തള്ളിയാണോ സിനിമ വിജയിച്ച്? പൃഥ്വിരാജ് തള്ളിയിട്ടാണോ പൃഥ്വിരാജിന്റെ പല സിനിമകളും വിജയിച്ചെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? തള്ളിയാണ് പൃഥ്വിരാജിന്റെ സിനിമകൾ വിജയിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് ചൊറിഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എമ്പുരാൻ എങ്ങനെ, നല്ലതാണോ അതോ എന്താണ് ഒരു എക്സ്പീരിയൻസ്? പൃഥ്വിരാജിന്റെ തള്ള പോട്ടെ, താങ്കളുടെ ഒരു തള്ളലിൽ എമ്പുരാൻ എങ്ങനെയാണ്? അല്ല, എമ്പുരാൻ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് തള്ളിയാണ് വിജയിക്കുന്നതെന്നാണ് അങ്കിള് ഇപ്പോഴും പറയുന്നത്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ ഉള്ള തന്നെയാണോ? സത്യം പറയട്ടെ, എന്നെ ആരും ആ ഭാഗത്തേക്ക് അടുപ്പിച്ചത് പോലും ഇല്ല. ഞാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് അറിഞ്ഞപ്പോ തിയേറ്ററിൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ പൈസ അയച്ചു തരാം, ആ ഭാഗത്തേക്ക് അടുക്കരുതെന്ന്. വെരി ഗുഡ്, വളരെ നല്ല പ്രതികരണമാണ്. താങ്കളുടെ പ്രതികരണം കണ്ട് ഇനിയിപ്പോ പൃഥ്വിരാജ് മോഹൻലാൽ എല്ലാം കണ്ട് മിക്കവാറും വെടിവെച്ച് കൊല്ലും അങ്ങനെ. ആ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നെ ഇറങ്ങി ഓടി വരും മിക്കവാറും. അപ്പൊ ശരി ഗൈസ്. പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഓണർ പറഞ്ഞൊന്ന് വിശ്വസിക്കണം. ശരിക്കും 27-ാം തീയതി എമ്പുരാൻ മൂവി റിലീസാവാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കാണുമെന്നറിയാം, എന്നാലും എല്ലാവരും കാണണം, വിജയിപ്പിക്കണമെന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി അറിയിക്കുന്നു. ഓക്കെ.